ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ ചരിത്രത്തിലൂടെ നാം തീർത്ഥാടനം നടത്തുകയാണ്. മക്കബായരുടെ അതിശക്തമായ വിപ്ലവം, ചെറുത്തുനിൽപ്പ്, യുദ്ധവിജയങ്ങൾ, അതിനിടെ അവർ നേരിടേണ്ടി വന്ന വലിയ സംഘർഷങ്ങൾ, ചിലപ്പോഴെല്ലാം നേരിടേണ്ടി വന്ന പരാജയങ്ങൾ, അവർ കടന്നു പോകേണ്ടി വന്ന യാതനകൾ, ഇതിൻ്റെ എല്ലാം കഥയാണ് മക്കബായ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് 12-ാം അധ്യായത്തിൻ്റെ പഠനം അവസാനിപ്പിക്കുമ്പോൾ നമ്മളൊരു കാര്യം കണ്ടു. മക്കബായരുടെ സമുന്നതനായ നേതാവ്, വലിയ രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്ന ജോനാഥാൻ ഒരു ചതിയിൽ പെട്ട് പോവുകയാണ്. ട്രീഫോയുടെ ചതിയിൽ ജോനാഥാൻ പതിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ട്രീഫോ ഒരുക്കിയ ചതി മുഖേന ആവശ്യത്തിന് പട്ടാളക്കാർ കൂടെയില്ലാതിരുന്ന ജോനാഥാൻ ട്രീഫോയുടെ പിടിയിൽ അകപ്പെടുന്നു, ബന്ധനസ്ഥനാകുന്നു, ബന്ദിയായിത്തീരുന്നു. ജോനാഥാൻ്റെ കൂടെയുണ്ടായിരുന്ന ചുരുങ്ങിയ സംഖ്യ വരുന്ന പട്ടാളക്കാർ അവർ ദാരുണമായി കൊല്ലപ്പെടുന്നു. ഈ ജോനാഥാൻ എന്താണ് ഇനി സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച്, ജോനാഥാൻ ബന്ദിയായി പിടിക്കപ്പെട്ടതിന് ശേഷം മക്കബായരുടെ ഇടയിൽ, യഹൂദരുടെ ഇടയിൽ എന്തെല്ലാം സംഭവവികാസങ്ങളാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം നമ്മുടെ മുമ്പിൽ വിവരിക്കുകയാണ്. നമുക്ക് മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൽ ജോനാഥാൻ്റെ പതനത്തിന് ശേഷം സഹോദരൻ ശിമയോൻ നേതൃത്വത്തിലേക്ക് വരുന്നതാണ് പ്രധാന പ്രമേയമായി നമ്മൾ കണ്ടെത്തുന്നത്. ട്രീഫോ ജോനാഥാനെ കാണാൻ വരുന്നു, സൗഹാർദ്ദപരമായി സംസാരിക്കുന്നു. ജോനാഥാനോട് ടൊളമായിസ് നഗരം കൈമാറാമെന്ന് വ്യാജമായി വാഗ്ദാനം ചെയ്യുന്നു. നാം സുഹൃത്തുക്കളാണ് എന്ന് കളവായി പറയുന്നു. സൗഹൃദത്തിൻ്റെയും വാഗ്ദാനങ്ങളുടെയും മുഖം മൂടി ധരിച്ചിരുന്ന ചതിയനായ ശത്രു ട്രീഫോയുടെ കെണിയിൽ ജോനാഥാൻ വീഴുന്നു. ജോനാഥാൻ ട്രീഫോയെ വിശ്വസിച്ചു, ചതി മനസ്സിലാക്കിയില്ല. ട്രീഫോ പറഞ്ഞതനുസരിച്ച് ചുരുക്കം പടയാളികളോടൊപ്പം മാത്രം ജോനാഥാൻ ടൊളമായിസിലെത്തുന്നു. ജോനാഥാൻ നഗരത്തിൽ പ്രവേശിച്ച ഉടനെ ട്രീഫോ കവാടങ്ങൾ അടച്ച് ജോനാഥനെ പിടികൂടുകയും അദ്ദേഹത്തോടൊപ്പം വന്നവരെ വാൾ കൊണ്ട് വീഴ്ത്തുകയും ചെയ്യുന്നു. ഈ കഥയാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത്. ജോനാഥാൻ്റെ ഈ പതനം, അല്ലെങ്കിൽ ജോനാഥാൻ ബന്ദിയാക്കപ്പെട്ടത്, ശത്രുവിൻ്റെ കരങ്ങളിൽ ചെന്നുപെട്ടത്, അത് ജനത്തെ, യഹൂദരെ വലിയ ദുഃഖത്തിലാഴ്ത്തി. പതനം ഇപ്രകാരം പറയുന്നു: ജോനാഥനെയും അവനോടൊത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ഇസ്രായേലിയർ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു. ജോനാഥൻ ശത്രുകരങ്ങളിൽ അകപ്പെട്ടപ്പോൾ ജനം ജോനാഥാൻ്റെ ഇനി ബാക്കിയുള്ള സഹോദരൻ ശിമയോനെ സമീപിക്കുകയാണ്, നേതൃത്വം ഏറ്റെടുക്കാൻ അപേക്ഷിക്കുകയാണ്. ഒടുവിൽ ശിമയോൻ നേതൃത്വം ഏറ്റെടുക്കുന്നു. ആരാണ് ഈ ശിമയോൻ?
ശിമയോനെ നമ്മൾ ഇതിനകം പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ മക്കബായ വിപ്ലവത്തിന് നാന്ദി കുറിച്ച ഹസ്മോണിയൻ കുടുംബത്തിൽപ്പെട്ട മത്താത്തിയാസിൻ്റെ രണ്ടാമത്തെ പുത്രനാണ് ശിമയോൻ. താസി എന്ന മറ്റൊരു പേര് കൂടി ശിമയോന് ഉണ്ടായിരുന്നു. ശിമയോനെക്കുറിച്ച് സ്വന്തം പിതാവ് പറയുന്നത് ഇപ്രകാരമാണ്: ഉപദേശം നൽകുന്നതിൽ വിജ്ഞനായിരുന്നു ശിമയോൻ. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 65-ാം വാക്യത്തിൽ മത്താത്തിയാസിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: നിങ്ങളുടെ സഹോദരനായ ശിമയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞനാണ്. അവനെ സദാ അനുസരിക്കുവിൻ, അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. അപ്പോൾ ശിമയോൻ ഉപദേശകനാണ്. ഉപദേശം നൽകുന്നതിൽ പ്രാവീണ്യമുള്ള, വിജ്ഞാനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ശിമയോനെ മക്കബായ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. മക്കബായരുടെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗലീലിയിലുള്ള യഹൂദരെ അവിടെയുള്ള ആളുകൾ ആക്രമിച്ചപ്പോൾ, ചൂഷണം ചെയ്തപ്പോൾ അവരെ രക്ഷിക്കാനായി, സഹായിക്കാനായി യൂദാസ് മക്കബേയൂസ് അയക്കുന്നത് സഹോദരൻ ശിമയോനെയാണ് എന്ന് നമ്മൾ കാണും. യൂദാസ് സഹോദരനായ ശിമയോനോട് പറഞ്ഞു, വേണ്ടത്ര ആളുകളെയും കൂട്ടി ഗലീലിയിൽ ചെന്ന് സഹോദരരെ രക്ഷിക്കുക. ഗലീലിയിലെ യഹൂദരായ സഹോദരരുടെ രക്ഷകനാകാൻ നിയോഗം ലഭിച്ചവനും ശിമയോനായിരുന്നു. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 11-ാം അധ്യായം 59-ൽ നമ്മൾ ശിമയോനെക്കുറിച്ച് വീണ്ടും ഇപ്രകാരം വായിക്കുന്നുണ്ട്: ജോനാഥാൻ്റെ സഹോദരനായ ശിമയോനെ ടൈറിലെ ലാദർ മുതൽ ഈജിപ്തിൻ്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശങ്ങളുടെ അധിപനാക്കുകയും ചെയ്തു. അന്ത്യോക്കസ് 6-ാമൻ രാജാവ് ശിമയോനെ തീരപ്രദേശങ്ങളുടെ അധിപനാക്കിയ കഥയാണ് നമ്മൾ മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 11-ാം അധ്യായം 59-ാം വാക്യത്തിൽ കണ്ടെത്തത്. ചുരുക്കത്തിൽ ശിമയോൻ മക്കബായരിൽ ഒരുവൻ, മത്താത്തിയാസിൻ്റെ 2-ാമത്തെ പുത്രൻ, താസി എന്ന് അപരനാമമുള്ളവൻ, സ്വന്തം സഹോദരങ്ങൾ യഹൂദർ കഷ്ടത അനുഭവിച്ചപ്പോൾ രക്ഷകനായി കടന്നു ചെല്ലാൻ നിയോഗം ലഭിച്ചവൻ, സഹോദരങ്ങളുടെ കൂടെ നിലകൊണ്ടവൻ, അന്ത്യോക്കസ് രാജാവിൻ്റെ കാലത്ത് തീരപ്രദേശങ്ങളുടെ അധിപനായിത്തീർന്നവൻ. ഈ ശിമയോനാണ് ഇനി നേതൃത്വത്തിലേക്ക് വരുന്നത്. നമുക്ക് ഈ 13-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഘടന ഒന്ന് മനസ്സിലാക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ ശിമയോൻ നേതൃത്വം ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരണം നമ്മൾ കാണുന്നു. 13-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിൽ ട്രീഫോയുടെ ചതി വചനങ്ങളും ചതി പ്രവൃത്തികളും വീണ്ടും നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. 13-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിലാണ് ജോനാഥാൻ്റെ മരണവും ഖബറടക്കവും ജനങ്ങളുടെ വിലാപവുമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിൽ ദെമിത്രിയൂസുമായി ശിമയോൻ ഏർപ്പെടുന്ന ഒരു സഖ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ 13-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 53 വരെയുള്ള തിരുവചന ഭാഗത്ത് ശിമയോൻ്റെ സൈനിക വിജയങ്ങളുടെ കഥകളും നമ്മൾ വായിക്കുന്നു. ഇതിൽ ആദ്യത്തേത് നമുക്കൊന്ന് പരിശോധിക്കാം. ശിമയോൻ നേതൃത്വം ഏറ്റെടുക്കുന്ന സംഭവം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിലാണ് ഇക്കാര്യം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സമയം വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കാം. നമുക്ക് ഒരുമിച്ച് ഈ ഭാഗം വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. മക്കബായരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. യൂദാദേശം
ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് ട്രീഫോ വലിയൊരു സൈന്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് ശിമെയോൻ അറിഞ്ഞു. ജനങ്ങൾ ഭയചകിതരും പരിഭ്രാന്തരുമാണെന്ന് അവൻ കണ്ടു. അതിനാൽ ജെറുസലേമിൽ ചെന്ന് ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവൻ പറഞ്ഞു, നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും എത്ര മഹത്തായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ നടത്തിയ യുദ്ധങ്ങളും അനുഭവിച്ച ദുരിതങ്ങളും നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഇസ്രായേലിനു വേണ്ടി എൻ്റെ സഹോദരന്മാരെല്ലാവരും ജീവൻ ഹോമിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു. ഒരു വിപത്ഘട്ടത്തിലും ജീവരക്ഷാർത്ഥം ഞാൻ മാറി നിൽക്കുകയില്ല. എൻ്റെ സഹോദരന്മാരെക്കാൾ മേന്മ എനിക്കില്ലല്ലോ. എൻ്റെ ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും. ജനതകളെല്ലാം നമ്മെ നശിപ്പിക്കുന്നതിന് വിദ്വേഷത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി. അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യൂദാസിൻ്റെയും നിൻ്റെ സഹോദരനായ ജോനാഥൻ്റെയും സ്ഥാനത്ത് ഇനി നീ തന്നെ ഞങ്ങളുടെ നേതാവ്. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താലും നീ പറയുന്നതെന്തും ഞങ്ങൾ ചെയ്യും. യോദ്ധാക്കളെല്ലാവരെയും അവൻ വിളിച്ചുകൂട്ടുകയും ജെറുസലേം മതിലിൻ്റെ പണി തിടുക്കത്തിൽ പൂർത്തിയാക്കുകയും അതിനെ എല്ലാ വശങ്ങളിലും സുരക്ഷിതമാക്കുകയും ചെയ്തു. വലിയൊരു സൈന്യവുമായി അബ്സലോമിൻ്റെ മകൻ ജോനാഥാനെ അവൻ ജോപ്പായിലേക്ക് അയച്ചു. തദ്ദേശവാസികളെ തുരത്തി അവർ അവിടെ നിലയുറപ്പിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോനാഥാൻ ശത്രുക്കളുടെ കരങ്ങളിൽ അകപ്പെട്ടത്, ജോനാഥാനെ ട്രീഫോ ഒരു ബന്ദിയാക്കിയത് സത്യത്തിൽ യഹൂദരെ ഞെട്ടിച്ചു കളഞ്ഞു. അവർ ഭയചകിതരായി. നേതാവ് വീണ തക്കം തോക്കി മഖബായരുടെ യഹൂദരുടെ ശത്രുക്കളെല്ലാവരും ഈ സമയം യൂദായെ ആക്രമിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം യൂദായുടെ മഖബായരുടെ ശത്രുക്കൾ അവരെ ആക്രമിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് എന്നതിനെക്കുറിച്ച് 12-ാം അധ്യായത്തിൻ്റെ 53-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരമാണത്. ജനങ്ങൾ പറയുകയാണ്, അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല. അതിനാൽ നമുക്കവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായ്ച്ചു കളയാമെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. യഹൂദരുടെ ഒരു വിധിയാണിത്. എപ്പോഴെല്ലാം യഹൂദർ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ചുറ്റുമുള്ള ശത്രുക്കളുടെ ആഗ്രഹം അതാണ്, മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായ്ച്ചു കളയാനായിട്ടുള്ള ശ്രമം. അതാണിപ്പോഴും നടക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഇസ്രായേൽ ഏർപ്പെടുന്ന യുദ്ധങ്ങളിൽ ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അവരെന്താണ് ആവശ്യപ്പെടുന്നത്? യഹൂദ ജനതയുടെ ഓർമ്മ തന്നെ മനുഷ്യകുലത്തിൽ നിന്നും മായ്ച്ചു കളയാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത്തരത്തിൽ തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ശത്രുക്കൾ മുന്നേറ്റം നടത്തുന്ന ഒരു സമയം. ഈ സമയമാണ് ജനം ഒരു നേതാവിനെ തേടുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴെല്ലാം മഖബായരുടെ കുടുംബത്തിൽ ശരണം തേടുന്ന പതിവ് ഇപ്പോഴും ജനങ്ങൾ ആവർത്തിക്കുന്നു. ഇതിനു മുൻപ് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴെല്ലാം അവർക്ക് നേതൃത്വം നൽകി അവരുടെ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പൊരുതാൻ തയ്യാറായി വന്നത് മഖബായ കുടുംബത്തിലെ സഹോദരങ്ങളാണ്.
13-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യൂദാസിൻ്റെയും നിന്റെ സഹോദരനായ ജോനാഥൻ്റെയും സ്ഥാനത്ത് ഇനി നീ തന്നെ ഞങ്ങളുടെ നേതാവ്. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താലും നീ പറയുന്നതെന്തും ഞങ്ങൾ ചെയ്യും. അങ്ങനെ ജനം ഒന്നടങ്കം തിരഞ്ഞെടുത്ത ഒരു നേതാവാണ് ശിമെയോൻ. മക്കബായ കുടുംബത്തിലെ മത്താത്തിയാസിൻ്റെ മക്കളിൽ ഇനി ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ. അപ്പോൾ ശിമെയോൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ പറഞ്ഞു, നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും എത്ര മഹത്തായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ വാക്യം ജനങ്ങളുടെ മനസ്സുകളെ ഇന്നലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ കാലത്തേക്ക് കൊണ്ടുപോവുകയാണ്. കടുത്ത മതമർദ്ദനങ്ങളുടെ ഇന്നലകളെ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ആ സമയം മതനിരാസത്തിനു വേണ്ടി, മ്ലേച്ഛകരമായ ബലിയർപ്പണത്തിന് വേണ്ടി ജനങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ അനുചരന്മാർ കടന്നു വന്നപ്പോൾ മത്താത്തിയാസ് എന്ന ഹസ്മോണിയൻ വംശത്തിൽപ്പെട്ട പുരോഹിതൻ നേതൃത്വം കൊടുത്തു. അവന് 5 പുത്രന്മാരുണ്ടായിരുന്നു. ഗദ്ദി എന്ന യോഹന്നാൻ, താസി എന്ന ശിമെയോൻ, മക്കബേയൂസ് എന്ന യൂദാസ്, വാരാൻ എന്ന എലയാസർ, ആഫൂസ് എന്ന ജോനാഥാൻ. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അവരുടെ കഥകൾ കാണുന്നുണ്ട്. ഇതിൽ ഇനി ബാക്കിയുള്ള ഒരേ ഒരാൾ, അയാളാണ് ശിമെയോൻ. ശിമെയോൻ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞങ്ങളുടെ ചരിത്രം? എൻ്റെ പിതാവ്, എൻ്റെ സഹോദരങ്ങൾ എപ്രകാരമാണ് നിയമത്തിനും ദേവാലയത്തിനും നിങ്ങൾ ജനത്തിനും വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ വലിയ കഷ്ടതകളിലൂടെ കടന്നു പോയതിൻ്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എൻ്റെ സഹോദരങ്ങൾ സ്വന്തം ജീവൻ നിങ്ങൾക്ക് വേണ്ടി ഹോമിച്ചതിൻ്റെ കഥകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജനങ്ങളുടെ ഓർമ്മകളെ ഇന്നലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ ഓർമ്മകൾ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം, അവിടെ നമ്മൾ മത്താത്തിയാസ് എന്ന പുരോഹിതൻ്റെ നേതൃത്വം നമ്മൾ കാണുന്നു. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെയുള്ള ഭാഗത്ത് യൂദാസ് മക്കബേയൂസിൻ്റെ പടയോട്ടവും നേതൃത്വവും ഒടുവിൽ ദാരുണമായ മരണവും നമ്മൾ കാണുന്നു. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 23 മുതൽ 12-ാം അധ്യായം വരെയുള്ള ഭാഗത്ത് ജോനാഥാൻ എന്ന മക്കബായ സഹോദരൻ യുദ്ധനേതൃത്വം ഏറ്റെടുക്കുന്നതും അവൻ്റെ ദാരുണമായ പതനം, ഇപ്പോൾ ഒരു ബന്ദിയായി തീർന്നിരിക്കുന്നത് നമ്മൾ വായിക്കുന്നു. ഇനി ഈ പുസ്തകത്തിൻ്റെ ബാക്കിയുള്ള അധ്യായങ്ങളിൽ 13-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ ശിമെയോൻ്റെ നേതൃത്വത്തെക്കുറിച്ചാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ മക്കബായ സഹോദരന്മാർ എല്ലാവരും നേതൃത്വത്തിലേക്ക് വരികയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തത് ജനത്തിനു വേണ്ടിയാണ്, നിയമത്തിന് വേണ്ടിയാണ്, ദൈവത്തിനും ദൈവാലയത്തിനും വേണ്ടിയാണ് എന്ന് മക്കബായ ഗ്രന്ഥകാരൻ വായനക്കാരായി നമ്മളെ ഓർമ്മിപ്പിക്കുക കൂടിയാണ്. തൻ്റെ സാന്നിധ്യം, വാക്കുകൾ, ചെയ്തികൾ എന്നിവ വഴി കടുത്ത സമ്മർദ്ദത്തിലായിരുന്ന യഹൂദരെ അവരുടെ മാനസികമായ തളർച്ചയിൽ നിന്നും ഉത്തേജിപ്പിക്കാൻ ശിമെയോൻ എന്ന നേതാവിന് സാധിച്ചു. നഗരമതിലിൻ്റെ നിർമ്മാണം വിജയകരമായി അവൻ പൂർത്തിയാക്കി. യോദ്ധാക്കളെ എല്ലാവരെയും അവൻ വിളിച്ചുകൂട്ടുകയും ജെറുസലേം മതിലിൻ്റെ പണി തിടുക്കത്തിൽ പൂർത്തിയാക്കുകയും അതിനെ എല്ലാ വശങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കുകയും ചെയ്തു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ അതിശക്തനായ ഒരു നേതാവിൻ്റെ ഉദയമാണ് സത്യത്തിൽ
ശിമെയോൻ്റെ നേതൃത്വത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ശിമെയോൻ്റെ നേതൃത്വം ജനത്തിന് ഒരു പുതിയ ജീവൻ പ്രദാനം ചെയ്തു. അവരെ ഉത്തേജിപ്പിച്ചു. അവർ വീണ്ടും ഒന്നായി ശത്രുക്കളെ നേരിടാൻ മാത്രം കെൽപ്പുള്ളവരായി മാറി എന്ന് അറിയുമ്പോൾ ട്രീഫോ എന്ന ചതിയൻ, ട്രീഫോ എന്ന ശത്രു എന്തെല്ലാം നീക്കങ്ങളാണ് നടത്തുന്നത് എന്നാണ് തുടർന്നുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചതിന് ശേഷം അത് വിശദീകരിക്കാം. ഈ സമയം മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. യൂദാദേശം ആക്രമിക്കുന്നതിന് വലിയൊരു സൈന്യവുമായി ട്രീഫോ ടോളമായിസിൽ നിന്ന് പുറപ്പെട്ടു. തടവിലാക്കപ്പെട്ട ജോനാഥനും അവനോടൊത്ത് ഉണ്ടായിരുന്നു. സമതലത്തിനെതിരെയുള്ള അതിദായിൽ ശിമെയോൻ പാളയമടിച്ചു. സഹോദരനായ ജോനാഥാന് പകരം ശിമെയോൻ നേതൃത്വം ഏറ്റെടുത്തുവെന്നും അവൻ തന്നോട് ഏറ്റുമുട്ടാൻ പോകുന്നുവെന്നും അറിഞ്ഞ ട്രീഫോ ദൂതന്മാരെ അയച്ച് അവനോട് പറഞ്ഞു, താൻ അലങ്കരിച്ചിരുന്ന സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്റെ സഹോദരനായ ജോനാഥാൻ രാജകീയ ഭണ്ഡാരത്തിലേക്ക് നൽകേണ്ട പണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അവനെ തടഞ്ഞു വച്ചിരിക്കുന്നത്. വിമോചിതനാകുമ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ വിപ്ലവമുണ്ടാക്കാതിരിക്കേണ്ടതിന് 100 താലന്ത് വെള്ളിയും ആൾജാമ്യമായി അവൻ്റെ 2 പുത്രന്മാരെയും തരിക. അപ്പോൾ ഞങ്ങൾ അവനെ വിട്ടുതരാം. ചതി നിറഞ്ഞതാണ് അവൻ്റെ വാക്കുകൾ എന്നറിഞ്ഞിട്ടും പണവും പുത്രന്മാരെയും കൊണ്ടുവരാൻ ശിമെയോൻ ആളയച്ചു. അങ്ങനെ താൻ ചെയ്യാതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ ഉഗ്രമായ വിദ്വേഷത്തിന് പാത്രമാകുമെന്നും ശിമെയോൻ പണവും പുത്രന്മാരെയും അയച്ചു കൊടുക്കാതിരുന്നതിനാലാണ് അവൻ മരിക്കാനിടയായതെന്ന് അവർ കുറ്റപ്പെടുത്തുമെന്നും അവൻ ഭയപ്പെട്ടു. പുത്രന്മാരെയും 100 താലന്തും അവൻ കൊടുത്തുവിട്ടു. എങ്കിലും ട്രീഫോ വാക്കുപാലിച്ചില്ല, ജോനാഥനെ വിട്ടയച്ചതുമില്ല. രാജ്യം ആക്രമിച്ച് നശിപ്പിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ ട്രീഫോ അദോരയിലേക്കുള്ള മാർഗത്തിലൂടെ ചുറ്റിവന്നു. എന്നാൽ അവർ ചെന്നിടങ്ങളിലെല്ലാം ശിമെയോനും സൈന്യവും അവർക്കെതിരെ മുന്നേറിക്കൊണ്ടിരുന്നു. മരുഭൂമിയിലൂടെ വരണമെന്നും തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയിലുണ്ടായിരുന്നവർ ട്രീഫോയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. തൻ്റെ അശ്വസൈന്യത്തോടെ പുറപ്പെടാൻ ട്രീഫോ തയ്യാറായി. എന്നാൽ ആ രാത്രിയിൽ കനത്ത ഹിമപാതമുണ്ടായതിനാൽ അവന് പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഗിലെയാദ് ദേശത്തേക്ക് കടന്നു. യൂദാദേശം ആക്രമിക്കുന്നതിന് വലിയൊരു സൈന്യവുമായി ട്രീഫോ ടോളമായിസിൽ നിന്ന് പുറപ്പെട്ടു. തടവിലാക്കപ്പെട്ട ജോനാഥാനും അവനോടൊപ്പമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. ബന്ധനസ്ഥനായിരുന്ന ഒരു ബന്ദിയായിരുന്ന ജോനാഥനെ വെച്ച് വിലപേശുക എന്നതായിരുന്നു ട്രീഫോയുടെ തന്ത്രം. ബന്ദികളെ വെച്ച് വിലപേശുന്ന, യൂദായോട് വിലപേശുന്ന രീതി ഇന്നും തുടരുന്നുണ്ട് എന്ന് ഓർക്കുക. ചതി മാത്രം നടത്തിയിട്ടുള്ള, ചതിയിലൂടെ ജോനാഥനെ പിടിച്ചെടുത്ത, ബന്ധിയാക്കിയ ട്രീഫോ വീണ്ടും ചതി വചനങ്ങൾ പറയുകയാണ്. ട്രീഫോ പറയുകയാണ്, ദൂതന്മാരെ അയച്ച് ശിമെയോനോട് സംസാരിക്കുകയാണ്. ട്രീഫോയുടെ വാക്കുകൾ ഇതാണ്: സഹോദരനായ ജോനാഥന് പകരം നീ നേതൃത്വം ഏറ്റെടുത്തു എന്നെനിക്കറിയാം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ജോനാഥാനെ ബന്ദിയാക്കിയതെന്ന് നിനക്കറിയാമോ? അവൻ അലങ്കരിച്ചിരുന്ന സ്ഥാനത്തിന് പകരമായി അവൻ ഞങ്ങളുടെ രാജകീയ ഭണ്ഡാരത്തിലേക്ക് തരാൻ കടപ്പെട്ടിരുന്ന പണം അത് നൽകാത്തതുകൊണ്ട് അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവനെ ഞങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി ആ പണം അവൻ തന്നാൽ
തീർച്ചയായും ഞങ്ങൾ അവനെ വിമോചിതനാക്കും, അവനെ സ്വതന്ത്രനാക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്രകാരം അവൻ സ്വതന്ത്രനാകുമ്പോൾ അവൻ ഞങ്ങളോട് വീണ്ടും യുദ്ധത്തിന് വരാനും വിപ്ലവമുണ്ടാക്കാനും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി 2 കാര്യങ്ങൾ നീ ചെയ്യണം. ഒന്ന്, 100 താലന്ത് വെള്ളി മോചനദ്രവ്യമായി നൽകണം. 2, ആൾജാമ്യമായി അവൻ്റെ ജോനാഥാൻ്റെ 2 പുത്രന്മാരെയും തരണം. സത്യത്തിൽ ഇത് ഒരു ചതിയാണ് എന്ന് ശിമയോന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം സെലൂക്യ നേതാക്കൾ നിരന്തരമായി ചതികൾ നടത്തുന്നത് മക്കബായ പുസ്തകത്തിൽ നമുക്ക് ഉടനീളം കാണാവുന്നതാണ്. അതേ ചതിയുടെ ചരിത്രമാണ് ഇപ്പോൾ ട്രീഫോയും ചെയ്യുന്നത്. ഈ ചതിയുടെ കഥകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി മനസ്സിലാക്കാം.